നമുക്ക് ഭാര്യ വീട്ടിൽ ചിലപ്പോൾ ഒരു 14,400 സോഫ സെറ്റ് കൊടുക്കണം. എന്നാൽ തന്നെ ഓരോ അടുത്തിങ്ങനെ 15 വരി പറയണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ 15 ലക്ഷം റുപ്യക്ക് ഒരു വിലയില്ല. ഓല ഒരു ബാത്റൂമൊക്കെ ഇടാനോ ചിലപ്പോൾ പിന്നെ അതിന് ബക്കറ്റിൽ പാട്ടി എന്നിട്ട് ഓലിന്റെ അതിനിങ്ങനെ വലിയ സംഭവമായിട്ട് ഇങ്ങനെ പറയും അല്ലേ. അപ്പൊ അത് ബാക്കിയൊക്കെ നമ്മളല്ല. അപ്പൊ എവിടുന്ന് ഇത് വന്നത് എല്ലാവരും ചോദിച്ചോക്കാണ് നിങ്ങൾ നർസിനോട് പഠിച്ചൊന്നും എവിടുന്ന് തങ്ങൾ പറഞ്ഞ മാതിരി എവിടുന്നേ ഇപ്പൊ പറയണ്ടായി. ഞാൻ 50 ലക്ഷത്തിന്റെ കേട്ടിട്ടുണ്ട്, ഞാൻ 25 ലക്ഷത്തിന്റെ കേട്ടിട്ടുണ്ട്, ഞാൻ 10 കണ്ടു. ഇത് വലിയൊരു തൗഫീഖാണ്. അപ്പൊ നമ്മളെ മനസ്സിലുള്ള ഹിമ്മത്ത് അൽഹംദുലില്ലാഹ് നമുക്കത് കഴിയും, അത് നടക്കുമെന്ന് തോന്നുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി നമുക്ക് തുറന്നു തരികയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മദ്രസ അൽഹംദുലില്ലാഹ് ഇവിടെ സന്തോഷത്തോടുകൂടെ പോകുന്നുണ്ട്. ആ മദ്രസ ഓരോ മാസവും ഇവിടെ കടത്തിലാണ് പോകുന്നത്. ഇപ്പൊ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കത്തബിലി ഉസ്താദ് എനിക്ക് മൂപ്പരോടുള്ള ഒരു മഹബത്തിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ചൊവ്വാഴ്ച ദിവസം 2ാമത്തെ പരിപാടിക്ക് വരുന്നത്. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ചൊവ്വാഴ്ചക്കാരൻ രാവിലെ 6:30 കേൾക്കണം ഇങ്ങനെ വള്ളിക്കട്ടെ. ആരും കല്യാണം ശരിയായോ എന്ന് പറയില്ല, ശരിയാവില്ല, നെഗറ്റീവ് മാത്രമേ പറയൂ, പോസിറ്റീവ് ആരും പറയില്ലല്ലോ. എപ്പോഴും എല്ലാവരും പുലിമാല് മാത്രമേ പറയാം. പ്രത്യേകിച്ച് ഈ കുറച്ച് വള്ളിക്കെട്ടേക്ക് എനിക്ക് കുറേ വരിക. ഈ വള്ളിക്കെട്ട് കേട്ട് പിരിക്കും നിനപ്പം കണ്ടാൽ ഒരു 4 കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പം വരും. അങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ, ഇതെന്നെ കേട്ടിട്ടേ. ഇപ്പൊ ഇന്ന് സുബ്ഹാനല്ലാഹ് ഒരാൾ കല്യാണം ബൈക്കുമ്പോ പോകുമ്പോൾ കൂടി ഉസ്താദി ഓളിഞ്ഞ തുടങ്ങില്ല. അതൊക്കെ പരാതി ബൈക്കുമ്പോ കുത്തുന്നത്. അപ്പൊ എങ്ങനെ ഈ ബൈക്കിന് പോകുമ്പോ എങ്ങനെ ഞാൻ ചോദിച്ചു ബ്രേക്കൊന്നും ഉസ്താദ് ചവിട്ടി. അപ്പോൾ മുമ്പ് വരുന്നവരാ ഇന്നാരെങ്കിലും തൊടുവരാ. ഇന്നത്തെ കുലുമാല് പതാണ്. ഞാൻ ബാക്കി പത്രം പറയാനായിട്ട് ഇൻഷാല്ലാഹ് വിജിലിംഗ് അടുത്തല്ലോ നാളെ 2ാമത്തെ എടുത്തുകൊണ്ട്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ ഇതിന് മെഡിക്കൽ കോളേജിൽ കൊണ്ടാളെ കേസൊക്കെ നമ്മൾക്ക് കൊണ്ടുവരുമല്ലോ. മാരി ഒരു വള്ളിക്കെട്ട വരുള്ളൂ. നമ്മൾക്ക് കൊണ്ടിട്ട വള്ളിക്കെട്ടൊക്കെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്ന കാര്യമില്ല. അത് രണ്ടിനും മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മദ്രസ അപ്പൊ ബഹുമാനപ്പെട്ടവരോടുള്ള മഹബത്തിന്റെ പേരിൽ വരികയാണ്. ഇവിടെ അൽഹംദുലില്ലാഹ് മുത്തനൂർ തങ്ങൾ ഫസ്റ്റ് പേരിട്ട് 10 ഉസ്താദാണ്, ഫസ്റ്റ് പത്രത്തുകൊണ്ട് ആ ഒരു സ്നേഹമുണ്ട്. അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടിതരട്ടെ. അവിടുത്തെ വാപ്പ ഉമ്മക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സഹോദരൻ സഹോദരി ഉൾപ്പെടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി ഇതുപോലെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടെ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ ശമ്പളം കൊടുത്ത വകുപ്പൊക്കെ പടകിട്ട് പിന്നെ വലിയ പലിശ കടവും. നിങ്ങളെല്ലാ ആളുകളും അത് ഏറ്റെടുത്താൽ ഒരു പ്രയാസമുള്ള കാര്യമല്ലാതെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് 25,000 ഒരു കൊല്ലം കൂടെ കൊടുത്താൽ മതി. പക്ഷെ അത് 6 മാസം കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു 2,000 റുപ്യ അൽഹംദുലില്ലാഹ് മാസം അങ്ങനെ കൊടുത്താൽ 12 മാസം കൊണ്ട് അത് 24,000 റുപ്യോ ഈ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ഈ കടം വീട്ടാൻ കഴിയും. ഇതൊരു മനുഷ്യന്റെ തലയിൽ മാത്രം നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ ഒരു തലയിലൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന എപ്പോഴും മദ്രസക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. ഇംഗ്ലീഷ് മീഡിയത്തിന് പ്രശ്നമുണ്ടോ? ഇല്ല. ഗവൺമെന്റ് സ്കൂളിലേക്ക് ബസ്സിന് ഫീസ് കൊടുക്കാൻ പ്രശ്നമുണ്ടോ? ഇല്ല. ഗ്യാസ് കുറ്റി നടക്കുന്നവർക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. എവിടെയും പ്രശ്നമില്ല. പക്ഷെ മദ്രസന്റെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലായിടങ്ങളിലും അങ്ങനെ തന്നെയാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, ഇൻഷാ അല്ലാഹ് മദ്രസ എന്ന് പറയുമ്പോൾ ഏറ്റവും അല്ലാഹുവിന്റെ മുമ്പിൽ കൂലിയുള്ള കാര്യമാണ് മദ്രസ. അത് കഴിഞ്ഞിട്ടൊക്കെ ബഹുമാനപ്പെട്ട കത്തബിലി ഉസ്താദ് എത്ര ദഅവത്ത് ചെയ്താലും 23 കൊല്ലമായി. ഈ 23 കൊല്ലമായിട്ട് ദിവസം എടുക്കണമെങ്കിലും 100 കുട്ടികൾക്ക് അൽഹംദുലില്ലാഹ് സനത് വാങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരുപാട് അവകാശപ്പെടാനുണ്ടെങ്കിലും ഇതൊക്കെ ഓതി കൊടുക്കാൻ അലിഫ് ഓടുന്ന പഠിച്ചത് ഉസ്താദ് 2 ഉസ്താദ്മാർ അലിഫ് പഠിപ്പിച്ചു. മൂപ്പര ഈ അലിഫ് കൊണ്ടാണ് ബുഖാരി ഓതി കൊടുത്തത്. ഈ അലിഫ് കൊണ്ടാണ് അജ്നാസ് സൂറയും കുബ്രയും സഞ്ചാരം തോഫിയും ഖത്തർനദിയും എല്ലാം ഓതി കൊടുത്തത് ആ അലിഫ് കൊണ്ടാണ്. അതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് അവർ 59 കൊല്ലത്തോളം ബുഖാരി ഓതി കൊടുത്തു. 50 കൊല്ലത്തോളം പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ബുഖാരി. ആ ബുഖാരി 59 കൊല്ലം ഓതി കൊടുക്കാൻ ഇന്ന് നമ്മുടെ അറിവിലുള്ള ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് തന്നെയാണ്. ആ 50 കൊല്ലം ഓതി കൊടുത്തു.
14,000-ഓളം വരുന്ന സഖാഫിമാരെ ഈ സമൂഹത്തിന് സമർപ്പിച്ചു. 37 കൊല്ലത്തിനുള്ളിൽ 2,500 ഹാഫിളുകളെ സമൂഹത്തിന് സമർപ്പിച്ചു. 111 സാദാത്ത് സയ്യിദന്മാർക്കുള്ള വീടുകൾ 13 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചു കൊടുത്തു. 1000-ഓളം വരുന്ന കിണറുകളും മദ്രസകളും ആസാമിലും ബംഗാളിലും ഉണ്ടാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവനും ചെയ്ത ഉസ്താദ്, സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവൻ ചെയ്യാൻ ഏത് അരിഫ് കൊണ്ടാണ്? കാന്തപുരം മങ്ങാട് എന്ന് പറഞ്ഞ മദ്രസയിൽ പഠിച്ച അരിഫ് കൊണ്ടാണ് ഇത് മുഴുവനും ചെയ്തത്. അപ്പൊ അവർക്ക് അതിന്റെ കൂലിങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മദ്രസ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലക്ഷങ്ങളുടെ വീടുകളും കാര്യങ്ങളും നമ്മൾ വെച്ചുകൊണ്ടെങ്കിലും ഈ മദ്രസയ്ക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് ഇപ്പോൾ നിലവിൽ കടം വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഒരു 25,000 റുപ്യ അൽഹംദുലില്ലാഹ് ഒരാൾ ഞാൻ ഏറ്റെടുത്ത്, മരിച്ചുപോയ വാപ്പന്റെ ഉമ്മന്റെ മേലിൽ ഞാനത് ഏറ്റെടുത്തിട്ട് ഓരോ മാസവും 2,000 വെച്ചുകൊണ്ട് നൽകി അത് പൂർത്തീകരിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളെ ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കൈപൊക്കിയാൽ അല്ലാഹു തആല ഒരു ഖൈർ കൊടുക്കട്ടെ, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ, അറിയാത്ത നല്ല വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഒരാൾ ഈ സദസ്സിന് ഒരു 25,000 രൂപ കൊല്ലം കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ മദ്രസക്ക് വേണ്ടി തരാം എന്ന് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളൊന്ന് കൈപ്പൊക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അബ്ദുൽ കരീം ഹാജി 25,000 അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാൾ മരണപ്പെട്ടു പോയി, രണ്ടുപേർക്കും മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ജന്നാത്തുൽ നഈമിൽ ഒരുമിക്കാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇവിടുന്ന് ഒരു അലിഫ് പഠിച്ച് അല്ലാഹു എന്ന് ഉച്ചരിക്കുമ്പോൾ, ബാഗ് പഠിച്ചുകൊണ്ട് ബിസ്മി എന്ന് ചൊല്ലുമ്പോൾ, അലിഫും ബാഗും ചേർത്തുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അതിന്റെ മിസ്ല സവാബ് ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ കബൂലാക്കണം റഹ്മാനെ. രണ്ടാമത്തെ ഒരാളാരാ? 25,000 പറയാൻ പറ്റുന്ന ഒരാൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ആ ഇടങ്ങേറിനോട് കുറഞ്ഞോട് പോകും. ബിസ്മില്ലാഹ്. ആരെങ്കിലും രണ്ടാമത്തെ ഒരാൾ 25,000 റുപ്യ ഒരാൾ കൂടി നമ്മുടെ സദസ്സിൽ ഉണ്ടാവും. ബിസ്മില്ലാഹ്. ഓരോ മാസം 2,000 റുപ്യ നൽകി ഇൻഷാ അല്ലാഹ് ഞാനും അൽഹംദുലില്ലാഹ് അതിൽ പങ്കാളിയാവട്ടെ എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ സഫ്വാൻ സഖാഫി അൽഹംദുലില്ലാഹ് 30,000 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ, അവിടുത്തെ ദഅവാത്തുകൾ നീ കബൂലാക്കണം അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബർ നീ വിശാലമാക്കണം അല്ലാഹ്. ഉപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ബാക്കി ഏറ്റെടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇതിപ്പോ ഒരു പ്രയാസമുള്ള കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ കൂടും. അൽഹംദുലില്ലാഹ്. സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 أستغفر الله العظيم 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 يا حي يا قيوم 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 لا إله إلا الله محمد رسول الله لا إله إلا الله محمد
മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു 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 മുഹമ്മദുർ റസൂലുള്ളാഹ് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം 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 അൽഹംദുലില്ലാഹ് الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا الله يا الله يا لطيف يا الله يا نور يا الله يا ذكار يا الله സാധുക്കളാണ് പാപികളാണ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് പാപികളാകുന്ന ഞങ്ങൾ അർദ്ധരാത്രി കഴിഞ്ഞു പോയി ലക്ഷങ്ങൾ സംഭാവനകൾ നൽകിയ മജ്‌ലിസാണ് 4,48,000 രൂപ സംഭാവന നൽകിയ മജ്‌ലിസാണ് മർക്കസിന് വേണ്ടി 4 ചാക്ക് അരികൾ നൽകിയ മജ്‌ലിസാണ് അല്ലാഹുവേ ചെറുതും വലുതും സംഭാവനകൾ നൽകിയവരാണ് അല്ലാഹുവേ ഈ മജ്‌ലിസ് നീ കബൂലാക്കണം അല്ലാഹ് അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ് അല്ലാഹുവേ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് അറ്റാക്ക് നീ നൽകല്ലേ പ്രമേഹങ്ങൾ നീ നൽകല്ലേ മാറാത്ത രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ് ഒരാളെ മുന്നിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ് അവസാനത്തെ ശ്വാസം വരെ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യണം ഏതെങ്കിലും ഒരു സദസ്സിൽ നിന്ന് ഒരു പള്ളിയോ ഒരു മദ്രസയോ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് മരണവും നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ മരണവും നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഗർഭിണികളാകുന്ന സഹോദരിമാർക്ക് നീ റാഹത്തുള്ള പ്രസവം നൽകണം അല്ലാഹ് വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ് വഴിയില്ലാത്തവർക്ക് നീ വഴി നൽകണം അല്ലാഹ് വാപ്പ മരണപ്പെട്ടു പോയവരുണ്ട് ഉമ്മ മരണപ്പെട്ടു പോയവരുണ്ട് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ വല്ലതും ചെയ്തു കൊടുക്കേണ്ട സമയമായപ്പോഴേക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളിൽ നിന്ന് കൺമറഞ്ഞുപോയി ഈ സദസ്സിന്റെ സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് ഞങ്ങൾക്കും ഒരു ദിവസം മരണമുണ്ട് ഞങ്ങൾക്കും ഒരു ദിവസം മരണമുണ്ട് ആളുകൾ ക്ഷണിക്കാതെ വരുന്ന ഒരു ദിവസമുണ്ട് സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകൾ ഞങ്ങളെ കുളിപ്പിക്കുന്ന രംഗമുണ്ട് ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത വസ്ത്രങ്ങൾ ഞങ്ങൾ അണിയിക്കുന്ന രംഗമുണ്ട് ജീവിതത്തിൽ കിടക്കാൻ ആഗ്രഹിക്കാത്ത കട്ടിലിൽ കിടത്തുന്ന രംഗമുണ്ട് ആളുകൾ മുഴുവനും ഞങ്ങളെ പൊക്കിക്കൊണ്ടുപോകുന്ന രംഗമുണ്ട് 6 അടി മണ്ണിന് താഴെ വെക്കുന്ന രംഗമുണ്ട് അല്ലാഹുവേ അവസാനം ഞങ്ങളുടെ മക്കൾ വാപ്പയുടെ മുഖത്തേക്ക് മണ്ണുകൾ എറിയുന്നു മിൻഹാ
خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى എന്ന് പറഞ്ഞ് അവസാനത്തെ ഒരു പിടിമണ്ണ് വാരിയിട്ട് കൊണ്ട് ഞങ്ങളിൽ നിന്ന് പിന്മാറുന്ന സമയമുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ഖബറിൽ ആരും കൂട്ടിനില്ല, ആരാരും കൂട്ടിനില്ല. ആ സമയത്ത് മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ആ സമയത്ത് മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണം അല്ലാഹ്. എല്ലാ നബിമാരും നഫ്സി നഫ്സി എന്ന് വിളിക്കുമ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് ഉമ്മത്തിയ 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 എന്ന് വിളിക്കുന്ന ഏക നബി. ആ നബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഉമ്മത്തികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. മരിച്ചുപോയ എന്റെ ഉപ്പയുടെ ഖബറിലേക്ക് മജ്ലിസിന്റെ സവാബ് നീ എത്തിക്കണം അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ഭാര്യയിലും മക്കളിലും നീ റാഹത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഭാര്യമാര് മരണപ്പെട്ടു പോയവരുണ്ട്, മക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. പ്രിയപ്പെട്ട പത്തപ്പിരിയ ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ഹിമ്മത്ത് നൽകണം അല്ലാഹ്. ബദ്രീങ്ങളെ ഹിഫ്ള് നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഫലാഹിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, എല്ലാവരെയും നീ ഖൈർ നൽകണം അല്ലാഹ്. അവിടുത്തെ സമ്മേളനം റാഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനേ. റാഹത്തിലും സന്തോഷത്തിലുമാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരുണ്ട്. മുഴുവൻ ഹാജിമാരുടെ ദുആകളിലും ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. റാഹത്തോടെ എല്ലാ അമലുകളും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഈ മജ്ലിസിൽ പായസം നൽകിയവരുണ്ട്, ഇതിന് വേണ്ടി ഖിദ്മ ചെയ്തവരുണ്ട്, കസാലകൾ കൊണ്ടുവന്നവരുണ്ട്, ഇത് നിരത്തിയവരുണ്ട്, എടുത്തു വെക്കുന്നവരുണ്ട്, ഓപ്പറേറ്റർമാരുണ്ട്. ആരെല്ലാം എന്തെല്ലാം രൂപത്തിൽ ഇതിനു വേണ്ടി ഖിദ്മ ചെയ്തോ എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ സ്വർഗ്ഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി ഇതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് കാണാനും കൂടാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണം. ഈ പാവങ്ങളാകുന്ന കൂട്ടുകാർ 30,000ങ്ങളും 25,000ങ്ങളും അല്ലാഹ് തന്നവർ 12,500, 5,000, 6,000, 3,313, 2,000, 1000 നൽകിയവർ, 500 നൽകിയവർ, 100 നൽകിയവർ, 10 രൂപ നൽകിയവർ, എല്ലാവർക്കും ഖൈർ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, മണിക്കൂറുകളോളം ഞാൻ ഈ സദസ്സിൽ സമയം ചെലവഴിച്ചത് എന്റെ ഹസനാത്തിന്റെ തുലാസിൽ നീ എഴുതപ്പെടണം ആമീൻ. ഹസനാത്തിന്റെ തുലാസിൽ എഴുതപ്പെടണം റഹ്മാനേ. മണിക്കൂറുകളോളം ഈ സദസ്സിൽ ഇരുന്നത് പഠിച്ചവരെ ഞങ്ങളുടെ ഹസനാത്തിന്റെ തുലാസിൽ എഴുതപ്പെടണം റഹ്മാനേ. അല്ലാഹുവേ, ശൈഖുനാ സുൽത്താൻ ഉലമ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ബദർ ഉസ്താദ് തങ്ങൾ ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ഒരാളെയും ചീത്ത പറയുന്ന നാവ് ഞങ്ങൾക്ക് നൽകല്ലേ. എല്ലാവർക്കും ഗുണം ചെയ്യാൻ ഈ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, എന്റെ മജ്ലിസുകൾ മുഴുവനും നീ കബൂലാക്കണം അല്ലാഹ്. ചൊവ്വാഴ്ച ഒരു ദിവസം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ വീട്ടിലിരിക്കുമ്പോ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞു വരാറുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ നൽകിയ
നിർദ്ദേശങ്ങളിലൂടെ അവർക്ക് സലാമത്ത് നൽകണം അല്ലാഹ്. ധാരാളം മസ്ലഹത്തുകൾ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, അതിലൊക്കെ ഞങ്ങൾക്ക് നല്ലത് വിധിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ധാരാളം സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളാകുന്ന ആളുകൾ, ഇതിന്റെ അയൽവാസികളുണ്ട്. എല്ലാവർക്കും നീ സന്തോഷം നൽകണം അല്ലാഹ്. ഞങ്ങളുടെ നാടുകളിൽ ഐക്യവും സ്നേഹവും നിലനിർത്തണം റഹ്മാനേ. ഐക്യവും സ്നേഹവും നീ നിലനിർത്തണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير النبي الأمي وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.